എല്ലാവർക്കും സ്നേഹപൂർവ്വമായ നമസ്കാരം. A very warm good evening to each and every one of you gathered here. നമ്മൾ ഇന്നിവിടെ ചേർന്ന് വന്നിരിക്കുന്നത് കലയും സംസ്കാരവും സന്തോഷവും ഒന്നിച്ചു ചേരുന്ന ഒരു മനോഹര സന്ധ്യയ്ക്കായിട്ടാണ്. റംഗ് റേസ് സംഗീതത്തിൻ്റെ, ചിരിയുടെ, കലാപ്രകടനങ്ങളുടെ ഒരു ആഘോഷരാവ്. സെയിൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഗുരുഗ്രാമിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന റംഗ് റേസ് എന്ന ഈ കലാസന്ധ്യയിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. On behalf of St. Gregorios Orthodox Church of Gurugram, I extend a heartfelt welcome to each and every one of you to Rang Race, an evening woven in culture and joy, a celebration of music, culture and togetherness. ഇന്ന് നിങ്ങൾക്കായി ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത് നിരവധി മികച്ച കലാകാരന്മാരുടെ ഒരു അത്യുഗ്രൻ നിര തന്നെയാണ്. ഫ്രം കോമഡി സ്കിറ്റ് ടു മിമിക്രി ടു കേരളത്തിൻ്റെ സ്വന്തം ചെണ്ടമേളം ആൻഡ് ആൻ എനർജറ്റിക് ലൈവ് മ്യൂസിക് ബാൻഡ് പെർഫോമൻസ്. ഈ പരിപാടി തുടങ്ങാൻ നിങ്ങളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുകയാണ് എന്നും ഞങ്ങൾക്കുറപ്പാണ്. അതുകൊണ്ട് ഇനിയൊരു നിമിഷം പോലും വൈകാതെ ഈ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് കടക്കാം. ഈ മനോഹര സന്ധ്യയ്ക്ക് തുടക്കം കുറിക്കുവാനും നമ്മളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുവാനുമായി സെയിൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ഗുരുഗ്രാമിൻ്റെ വികാരി സുമോദ് ജോൺ സാമുവേൽ അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. റംഗ് റേസ് 2026 എന്ന് പറയുന്നതായ ഈ മനോഹര സന്ധ്യയിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും ആദ്യമേ തന്നെ ഒറ്റവാക്കിൽ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മനോഹരമാകുന്ന ഒരു സന്ധ്യ, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയുമായ കുറച്ച് നിമിഷങ്ങൾ, അതാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ച് ഞങ്ങളുടെ ക്ഷണമൊക്കെയും സ്വീകരിച്ച് നിങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുമ്പോൾ കൂടുതൽ സമയം ഇത്തരത്തിലൊരു പൊതുപരിപാടി സംഘടിപ്പിച്ച് കളയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ തന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയായതുകൊണ്ട് തന്നെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത പ്രാർത്ഥനയോടെ ആത്മവിശ്വാസത്തോടെ ഭദ്രാസനത്തെ മുൻപോട്ട് നയിക്കുന്നതായ പിതാവ്, കാണുമ്പോഴൊക്കെ സ്നേഹാന്വേഷണങ്ങളും ആവശ്യങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ട് ഓടിയെത്തുന്നതായ അപ്പൻ, ഇന്ന് നമ്മളോട് ഒപ്പമായിരിക്കുന്ന ഡൽഹി ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ഡോക്ടർ യുഹാനോൻ മാർ ദിമെത്രിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ സന്ധ്യയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. ഡൽഹി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട സജി എബ്രഹാം അച്ഛൻ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതായ സമയം മുതൽ, ഇതിൻ്റെ ആദ്യ കാര്യാലോചന മുതൽ തന്നെ അച്ഛൻ്റെ പിന്തുണയും ഓരോ കാര്യങ്ങളുടെയും ക്രമീകരണങ്ങളിൽ കാര്യങ്ങളൊക്കെ അച്ഛൻ ചോദിച്ചറിഞ്ഞതും ആവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ ഒക്കെ നൽകിയത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അതൊക്കെ ഇത്തരത്തിൽ മനോഹരമായി ഈ സന്ധ്യ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതാണ് എന്ന് പറയാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. വളരെ സന്തോഷത്തോടെ വളരെ ആദരവോടുകൂടി ഈ സന്ധ്യയിലേക്ക് ഡൽഹി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട സജി എബ്രഹാം അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരും ധാരാളം അച്ഛന്മാർ കടന്നു വരുവാൻ തക്കവണ്ണമുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജി മാത്യൂസ് അച്ഛൻ ഹോസ്കാസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വികാരി അച്ഛനാണ്. ഞങ്ങൾ ഈ പ്രോഗ്രാമുമായിട്ട് ഇറങ്ങിയതായ സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായ സ്വീകരണങ്ങൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ ലഭിക്കാതെ വരുമ്പോഴും ഒരു കുഞ്ഞനുജൻ എന്നുള്ള നിലയിൽ ചേർത്ത് നിർത്തുകയും ഇതിൻ്റെ എല്ലാവിധമാകുന്ന കാര്യങ്ങളിലും നിർദ്ദേശിക്കുകയും ആവശ്യമാകുന്ന കൈത്താങ്ങലുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നൽകുകയും ചെയ്ത്
ഇന്ന് വരെ ചേർത്ത് നിർത്തുന്നതായ പ്രിയപ്പെട്ട ഷാജി മാത്യൂസ് അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സജു തോമസ് അച്ഛൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്. എല്ലായ്പ്പോഴും കാര്യങ്ങൾ ചോദിച്ചറിയുകയും പ്രാർത്ഥനാപൂർവ്വം കൂടെ നിൽക്കുകയും ചെയ്യുന്ന അച്ഛനെ, വിവാടി മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിൻ്റെ വികാരി അച്ഛനെ വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരാം എന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് എത്തുവാൻ തക്കവണ്ണം സാധിക്കാതെ പോകുന്ന ശ്രീ അലക്സാണ്ടർ ജോർജ് മുത്തൂറ്റ് അവറുകൾ, മുത്തൂറ്റ് ഗ്രൂപ്പ് ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള അലക്സാണ്ടർ ജോർജ് സാറ്, അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വരെ ഞങ്ങൾക്ക് നൽകിയതായ എല്ലാ പിന്തുണകൾക്കും മുത്തൂറ്റ് ഗ്രൂപ്പിനും അദ്ദേഹത്തോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ 35 വർഷമായി ഡൽഹി ഭദ്രാസനത്തോട് ചേർന്ന് നിൽക്കുന്നതായ ഫെഡറൽ ബാങ്ക് ആവശ്യങ്ങളിൽ കൂടെ നിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും ആവശ്യമാകുന്ന പിന്തുണ നൽകുകയും ചെയ്യുന്നതായ സ്ഥാപനം ഇന്ന് ഈ പ്രോഗ്രാമിനും ഞങ്ങളെ കൈപിടിച്ച് ആവശ്യമാകുന്ന എല്ലാവിധമാകുന്ന പിന്തുണകളും നൽകുന്നു. വളരെ സന്തോഷത്തോടെ ഫെഡറൽ ബാങ്ക് സോണൽ ഹെഡ് പ്രിയപ്പെട്ട വിനോദ് സാറിനെയും ഇവിടെ ആയിരിക്കുന്ന ഫെഡറൽ ബാങ്കിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമൃത ഹോസ്പിറ്റൽ ഫരീദാബാദ് നമുക്ക് നാട്ടിൽ ഏവർക്കും പരിചിതമാകുന്ന ഹോസ്പിറ്റലാണ്. അമ്മയുടെ സ്ഥാപനങ്ങൾക്കും നമുക്ക് വളരെയേറെ പ്രിയപ്പെട്ട തന്നെയാണ്. ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഫരീദാബാദിൽ അത്തരത്തിലുള്ളതായ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ധാരാളം ആളുകൾക്ക് ആവശ്യക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എല്ലാവിധമാകുന്ന ചികിത്സാ സഹായങ്ങളും സാമൂഹ്യ സേവനങ്ങളും ചെയ്യുന്നതായ അമൃത ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് അവിടുത്തെ സ്വാമിജി കടന്നു വരാമെന്ന് അറിയിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് 1-2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എത്തുവാൻ തക്കവണ്ണം സാധിച്ചില്ല. അവിടെ നിന്ന് പ്രിയപ്പെട്ട കാർത്തിക്കും അദ്ദേഹത്തിനോടൊപ്പം തന്നെ കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. മനുവേൽ മലബാർ നമുക്കെല്ലാവർക്കും വളരെയേറെ പരിചിതമാണ്. നമ്മുടെ എല്ലാ ദേവാലയങ്ങളെയും ചേർത്ത് നിർത്തുകയും ഡൽഹി NCRലും അതിന് പുറത്തുമുള്ളതായ എല്ലാ ദേവാലയങ്ങളുടെയും ആവശ്യങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കുകയും ചെയ്യുന്നതായ പ്രിയപ്പെട്ട സ്ഥാപനം മനുവേൽ മലബാർ അവറുകൾ അദ്ദേഹം കുടുംബമായി ഇന്നിവിടേക്ക് എത്തിയിരിക്കുന്നു. ആവശ്യമാകുന്ന എല്ലാ പിന്തുണകളും നൽകുന്നു. വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഡൽഹി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ കെ രഘുനാഥ് അവറുകൾ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കുകയും നമ്മുടെ ആവശ്യങ്ങളും ഈ പ്രോഗ്രാമിൻ്റെ കാര്യപരിപാടികളും മറ്റു കാര്യങ്ങളുമൊക്കെ അറിയിക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടെ നമ്മളെല്ലാം ചേർത്ത് നിർത്തുകയും ഇന്നിവിടേക്ക് കടന്നു വരാം എന്ന് സമ്മതിക്കുകയും പ്രത്യേകിച്ച് ഇന്നലെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസിനും മറ്റു കാര്യങ്ങൾക്കും ആവശ്യമാകുന്ന എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു നൽകി നമ്മളെ ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട ഡൽഹി മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട കെ രഘുനാഥ് അവറുകളെ വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരത് എക്സിബിഷൻ്റെ പ്രിയപ്പെട്ട ശശിധരൻ സാർ ഗുഡ്ഗാവിലെ മലയാളികൾക്ക് എല്ലാം പ്രിയപ്പെട്ടവനാണ്, വളരെയേറെ പരിചിതമാണ്. ഗുഡ്ഗാവ് മലയാളി അസോസിയേഷനിൽ നേരത്തെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഇന്ത്യ റീജിയൻ്റെ പ്രസിഡൻ്റായിട്ട് സ്തുത്യർഹമായിട്ട് സേവനം ചെയ്യുന്നു. സാമൂഹികമാകുന്ന എല്ലാ മേഖലകളിലും ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് മലയാളി അസോസിയേഷനുമായിട്ടൊക്കെ ചേർന്ന് നിന്ന് ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അവിടെയെല്ലാം ഓടിച്ചെന്ന് സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്നതായ പ്രിയപ്പെട്ട ശശിധരൻ സാറിനെ വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഇടവകയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാണ്. ഹോസ്കാസ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം, ജനക്പുരി മാർ ഗ്രിഗോറിയോസ് ദേവാലയം, ഗാസിയാബാദ് സെൻറ്റ് തോമസ് ദേവാലയം, സരദ വിഹാർ സെൻറ്റ് തോമസ് ദേവാലയം, മയൂർ വിഹാർ സെൻറ്റ് ജോൺസ് ദേവാലയം, മയൂർ വിഹാർ സെൻറ്റ് ജെയിംസ് ദേവാലയം, രോഹിണി സെൻറ്റ് ബേസിൽ ദേവാലയം, ദിൽഷാദ് ഗാർഡൻ സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയം, ദ്വാരക സെൻറ്റ് ജോർജ് ദേവാലയം, ഫരീദാബാദ് സെൻറ്റ് മേരീസ് ദേവാലയം, നോയിഡ മാർ ഗ്രിഗോറിയോസ് ദേവാലയം, തുഗ്ലക്കാബാദ് സെൻറ്റ് ജോസഫ് ദേവാലയം, ബിവാടി മാർ ഗ്രിഗോറിയോസ് ദേവാലയം. ഈ ദേവാലയങ്ങളിൽ അവിടേക്ക് ഞങ്ങൾ ചെന്നതായ ഓരോ സമയങ്ങളിലും
അവിടുത്തെ വികാരിയച്ഛന്മാർ, അതേപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ ആവശ്യമാകുന്ന എല്ലാ സ്വീകരണങ്ങളും നൽകി ഞങ്ങളെ സ്വീകരിച്ചു, ഞങ്ങളെ കരുതി ഇന്ന് ഞങ്ങൾക്ക് ഒപ്പമായിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഈ ഇടവകയിലെ എല്ലാ ഭാരവാഹികളെയും സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് വരെ നൽകിയ എല്ലാ കൈത്താങ്ങലുകൾക്കും നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങൾക്കൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷമറിയിക്കുന്നു. ഈ ഇടവകകളിൽ നിന്നൊക്കെയും കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ദേവാലയങ്ങൾ, സഹോദരി സഭകൾ, മാർത്തോമാ സഭകൾ, കത്തോലിക്ക സഭകൾ, അങ്ങനെയുള്ളതായ സഹോദരി സഭകളിലൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ, അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് ചെന്നതായ സമയങ്ങൾ, അവിടെയുള്ളതായ ഭാരവാഹികളെല്ലാം ഞങ്ങളെ സ്വീകരിച്ചു. ആവശ്യമാകുന്ന എല്ലാ കൈത്താങ്ങലുകളും നൽകി വളരെ സന്തോഷത്തോടെ അവരെ എല്ലാം നന്ദിയോടുകൂടി ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഈ സന്ധ്യയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. JJ ഇൻറ്റീരിയേഴ്സ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ജോയ് ജോൺ അവറുകൾ കുടുകാവ് ദേവാലയത്തെ സംബന്ധിച്ച് ഒരിക്കലും മറക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത വ്യക്തിത്വമാണ്. ഇന്ന് വരെ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നു. ആവശ്യമാകുന്ന എല്ലാ കൈത്താങ്കലുകളും നൽകുകയും പ്രത്യേകിച്ച് ഈ സന്ധ്യയിലും ഞങ്ങൾക്കൊപ്പമായിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ജോയ് ജോൺ അവറുകളെ വളരെ സന്തോഷത്തോടെ ഹാർദവമായിട്ട് ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗത്ത് സൈഡ് ഹാബിറ്റ്, അതോടൊപ്പം തന്നെ ആടിപ്പാടി, ഈ 2 ടീമുകളാണ് ഇന്ന് നമുക്ക് ആവശ്യമാകുന്ന സ്നാക്സും അതേപോലെയുള്ളതായ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്. 2 ടീമിനെയും അതിൻ്റെ എല്ലാ പ്രവർത്തകരെയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാസ അരോമ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് ആവശ്യമാകുന്ന പിന്തുണകൾ നൽകുന്നു, ഞങ്ങളെ ചേർത്ത് നിർത്തുന്നു. അതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് കോശി ജേക്കബ്, ഞങ്ങൾ ഈ യാത്രയിൽ പല ആവശ്യങ്ങളിലും അദ്ദേഹം ഞങ്ങളോട് ചേർന്ന് നിൽക്കുകയും ആവശ്യമാകുന്ന പിന്തുണകളൊക്കെ നൽകുകയും ചെയ്യുന്നു. ഈ സന്ധ്യയിൽ നമ്മളോട് ഒപ്പമായിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ ഇന്നിവിടെ സന്ധ്യയിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ സ്വാഗതം ആശംസിക്കാൻ തക്കവണ്ണം നിൽക്കുന്നുവെങ്കിലും എന്നേക്കാളൊക്കെ ഒരുപാട് ഓടുകയും ഇതിനെല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് പ്രിയപ്പെട്ട ഇതിൻ്റെ പ്രോഗ്രാം കൺവീനറാണ്, പ്രിയപ്പെട്ട ഷിജു ജോസഫ് അവറുകൾ. വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ എൻ്റെ ഇടവകക്കാർക്ക് നന്ദി അർപ്പിക്കുവാനും അവരെ സ്വാഗതം ചെയ്യേണ്ടതായ ആവശ്യമില്ലെങ്കിൽ തന്നെയും എൻ്റെ ഇടവകക്കാർക്ക് ഒരു വാക്ക് നന്ദി അർപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. അവർ എന്നോടൊപ്പം എന്നേക്കാൾ മുൻപേ ഓടിയതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ കൂടുവാൻ തക്കവണ്ണം സാധിച്ചത്. തീർച്ചയായിട്ടും എൻ്റെ ഇടവകയിലെ എല്ലാ അംഗങ്ങളെയും, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റി സെക്രട്ടറി, വൈസ് ചെയർമാൻ, ഭാരവാഹികൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സന്ധ്യയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾ എല്ലാവരുമാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയമെന്ന് പറയുന്നത്. ധാരാളം ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ 5 മണിയെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിക്കും 5 എന്ന് പറഞ്ഞാൽ 5:45 എന്നിട്ട് നമ്മളൊരു 5:30 ആകുമ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുമുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രസൻസാണ്, നിങ്ങളിവിടെ കടന്നു വന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ വിജയമെന്ന് പറയുന്നത്. ഏതൊരു പരിപാടിയും അതിൻ്റെ കാണികളാണ് അതിൻ്റെ വിജയം. അതുകൊണ്ട് നിങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതായ വ്യക്തികൾ. വളരെ സന്തോഷത്തോടെയും ഇവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ സ്നേഹിതരെയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചതായ ഓരോ വ്യക്തികളെയും വളരെ സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു സന്ധ്യയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് മനോഹരമായ കുറച്ച് ആർട്ടിസ്റ്റുകളാണ് ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട അഞ്ജു ജോസഫിൻ്റെ ബാൻഡ്, 11 പേരടങ്ങുന്നതായ അവരുടെ ബാൻഡ്, അതോടൊപ്പം തന്നെ പോൾസനും ഭാസിയും ചേർന്നൊരുക്കുന്നതായ ഒരു കോമഡി, അതോടൊപ്പം തന്നെ സിദ്ദിഖ് റോഷൻ്റെ മിമിക്രി, അതോടൊപ്പം ഏബൽ ബേബി മിമിക്രിയിലും അതോടൊപ്പം തന്നെ പ്രോഗ്രാമിൻ്റെ കോമ്പയറിങ്ങും എല്ലാ കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. പ്രിയപ്പെട്ട അനുജ്, അതോടൊപ്പം തന്നെ ഡൽഹി പഞ്ചവാദി ട്രസ്റ്റിൻ്റെ ചെണ്ട വയലിൻ ഫ്യൂഷൻ, അത്തരത്തിൽ നമ്മെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഈ സായാഹ്നം മനോഹരവും ഓർമ്മ നിൽക്കുന്നതുമാകുന്നൊരു സായാഹ്നമാക്കി മാറ്റുവാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്ന
എല്ലാ ആർട്ടിസ്റ്റിനെയും വളരെ ബഹുമാനത്തോടെ ഹാർദമായിട്ട് ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഒരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഒരു നന്ദി കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഞങ്ങളുടെ ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു സന്ധ്യയിൽ ഒരു 4-5 പേര് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ സന്ധ്യയ്ക്ക് സംസാരിച്ചിരുന്നതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ ഒരു വലിയ പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. പ്രിയപ്പെട്ട ബ്രദർ സാം തോമസും നോയിഡ ഇടവക അംഗം പ്രിയപ്പെട്ട ജിനു രാജും, ഹോസ്കാസ് കത്തീഡ്രൽ ദേവാലയ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട സിറിൽ ഷാജിയും, അതോടൊപ്പം തന്നെ മയൂർ വിഹാർ ഫേസ് 1 ദേവാലയത്തിലെ സിറിൽ മാമച്ചനും ഞങ്ങളെല്ലാവരും ഇരുന്ന് ഒരു സന്ധ്യയിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ ആക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയായത്. പ്രിയപ്പെട്ട സാം തോമസ് നേരിട്ട് അദ്ദേഹമാണ് ഈ അഞ്ജു ജോസഫ് ആൻഡ് ബാൻഡിൻ്റെ ടീമിനെ മുഴുവനായിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ജിനു, ഞാൻ ഓടുന്നതിൻ്റെ 10 മടങ്ങ് ഓട്ടത്തോടു കൂടി ഇതിൻ്റെ ഓരോ കാര്യങ്ങളിലും, ഇതിൻ്റെ സ്റ്റേഡിയം ബുക്ക് ചെയ്യുന്നതായ സമയം മുതൽ ആർട്ടിസ്റ്റിനെ ഓരോരുത്തരെയും കോർഡിനേറ്റ് ചെയ്യുന്നതായ കാര്യങ്ങൾ, ഇവിടേക്ക് ആവശ്യമാകുന്ന എല്ലാ ക്രമീകരണങ്ങൾ, രാത്രിയും പകലുമായിട്ട് മുഴുവൻ ക്രമീകരണങ്ങളിലും ജിനുവിൻ്റെ സാന്നിധ്യം ഒരിക്കലും മറക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. വളരെ സന്തോഷത്തോടെ പ്രിയപ്പെട്ട സാംബായി, അതോടൊപ്പം തന്നെ ജിനുരാജ്, പ്രിയപ്പെട്ട സിറിൽ മാമച്ചൻ, പ്രിയപ്പെട്ട സിറിൽ ഷാജി, പ്രിയപ്പെട്ട ജോർജി, എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ചെയ്തു നൽകുന്നതായ എല്ലാ സേവനങ്ങൾക്കും എന്നോടൊപ്പം ചേർന്ന് നിന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതായ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് നമ്മളൊക്കെയും പറയും, ഇന്നത്തെ പിള്ളേർ പള്ളിയിലും കയറത്തില്ല, ഒരു ഉത്തരവാദിത്വമില്ല. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയോടെ എന്ത് വില കൊടുത്തും അവർ നമ്മൾക്കൊപ്പം നിൽക്കും എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇന്ന് സന്ധ്യയിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ ഒപ്പമായിരുന്ന അവരോട് എല്ലാവരോടുമുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടെ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ണം ഉള്ളവർ, ഇവിടെ ആയിരിക്കുന്നവർ, ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്നവർ എല്ലാവരെയും ഒറ്റവാക്കിൽ, പ്രത്യേകിച്ച് ഞാൻ ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ബലഹീനതയായി മാത്രം കണ്ടുകൊണ്ട് എന്നെ ഇന്നുവരെയും സ്നേഹിച്ചതുപോലെ മുൻപോട്ടും സ്നേഹിക്കണം, കരുതണം എന്നുള്ളതായ, ഞങ്ങളുടെ ഇടവകയെ കരുതണം എന്നുള്ളതായ അപേക്ഷയോടുകൂടി എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മയെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രിയപ്പെട്ട അച്ഛൻ. ഇപ്പോൾ ഇന്നത്തെ ചടങ്ങിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം കുറിക്കുന്നതിനായിട്ടുള്ള ദീപപ്രകാശനമാണ്. സ്നേഹസമത്വത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും പ്രതീകമായി ഈ ദീപം ഇവിടെ നമ്മുടെ ഇടയിൽ തെളിയട്ടെ. We are deeply honored to have with us today our revered spiritual leader, the Metropolitan of the Delhi Diocese, His Grace Dr. Yohanan Mar Demetrios. I kindly invite Thirumeni to the dais for the lighting of the lamp. I also invite Reverend Father Saji Abraham, Secretary of the Delhi Diocese, and Reverend Father Shaji Matthews, Vicar, St. Mary's Orthodox Cathedral Hoskas, to join him on the dais. Joining them is our beloved Vicar of Gurugram Church, Reverend Father Sumod John Samuel. I also invite Rangrace Program Convener, Mr. Shiju Joseph, as well as St. Gregorios Orthodox Church Gurugram Trustee, Mr. Raju V. Abraham, Secretary, Mr. Saju Philip, and Society Vice Chairman, Mr. I.G. Verghese, to the dais.
Thank you, Tirumeni. Thank you, dear Achins. And thank you to all dignitaries. ഈ ജ്വലിക്കുന്ന ദീപം പോലെ നമ്മുടെ ഈ സായാഹ്നവും ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന എല്ലാ കലാപരിപാടികളും പ്രകാശപൂരിതമായി തീരട്ടെ. ഇപ്പോൾ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി നമ്മുടെ ഡൽഹി ഭദ്രാസനാധിപൻ ഹിസ് ഗ്രേസ് ഡോക്ടർ യുഹാനോർ മാർ ദിമിത്രിയോസ് തിരുമേനിയെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട സുമോദ് ജോൺ അച്ഛൻ, ഡൽഹി ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട സജി എബ്രാഹിം അച്ഛൻ, സന്നിധരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരെ, പ്രധാനമായിട്ട് ഈ പരിപാടിയുടെ സ്പോൺസേഴ്സ് ആയിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, റംഗ്രേസ് പ്രോഗ്രാമിൻ്റെ ആർട്ടിസ്റ്റ് ട്രൂപ്പ്, വിവിധ സഭകളിൽ നിന്നും ഇടവകളിൽ നിന്നും സന്നിധരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പിരിമുറുക്കം വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നും ആശ്വാസത്തോടെ ഒരു സന്ധ്യ ചെലവഴിക്കുക, ചിരിയുടെയും ആഹ്ലാദത്തിൻ്റെയും അനുഭവത്തോടു കൂടി മനസ്സിൻ്റെ സമാധാനത്തോട് തിരിച്ചെത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഏവരുടെയും ഒരു ലക്ഷ്യമാണെന്നല്ലോ. അങ്ങനെ ഒരു സന്ധ്യയ്ക്ക് വന്നു ചേരുന്ന നിങ്ങളോട് ഏവരുടെയും ഡൽഹി ഭദ്രാസനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ പരിപാടിയെ വിജയിപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കൈത്താങ്ങൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഗുരുഗ്രാം സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ വളർച്ചയുടെ ഭാഗമായിരിക്കുന്ന ഈ ഒരു പരിപാടിയിൽ കൂടി നിങ്ങൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിരിക്കുന്നതിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യമില്ലല്ലോ. എല്ലാവരെയും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിൽ സ്വാഗതം ചെയ്യുകയും നിങ്ങളുടെ എല്ലാ സഹായത്തിനായിട്ട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഔപചാരികമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി നിങ്ങളെ ഏവരുടെയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. Thank you, Tirumeni, for blessing our function with your prayers and presence. ഇന്നത്തെ ഈ ഇവൻ്റ് വിജയിപ്പിക്കുവാൻ ഒരു വലിയ പിന്തുണ നൽകുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇവൻ്റ് പാർട്ട്നേഴ്സ്. അവർ നൽകിയ പിന്തുണയും സഹകരണവും നമ്മൾ സ്നേഹത്തോടെ സ്മരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവരുടെ സംഭാവനകൾക്ക് നമ്മുടെ നന്ദി സൂചകമായി ഒരു മെമൻറ്റോ നൽകി ആദരിക്കുന്ന ചടങ്ങാണ് ഇനി വരാനിരിക്കുന്നത്. ഈ മെമൻറ്റോ പ്രസൻറ്റേഷനായി നമ്മുടെ തിരുമേനിയെയും സജി എബ്രഹാം അച്ഛനെയും സുമോദ് ജോൺ അച്ഛനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഗുരുഗ്രാം ചർച്ച് ട്രസ്റ്റി, സെക്രട്ടറി, പ്രോഗ്രാം കൺവീനർ ആൻഡ് സൊസൈറ്റി വൈസ് ചെയർമാനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. We would like to thank our esteemed partner, Federal Bank. I kindly invite Mr. Vinod Kumar, Zonal Head, Federal Bank Limited, to the dais to receive the memento. Federal Bank is one of India's leading private sector bank with a rich legacy that began in 1931. Headquartered in Aluva, Kerala, the bank has steadily grown over the decades, and today it has around 1,600 plus branches across the country with a customer base of over 11 million. The bank's commitment to service excellence and its customer-focused approach is truly reflected in its tagline, "Your perfect banking partner." We are pleased to acknowledge that the Delhi Diocese has been partnering with Federal Bank for the last 35 years. We are truly grateful for Federal Bank's support in making this event possible. Thank you, Mr. Vinod. Next, we would like to extend our sincere appreciation to the Muthoot Group and Shri Alexander George Muthoot, Joint Managing Director of Muthoot Group, for their support in partnering today's event. Our heartfelt gratitude to Shri Alexander George Muthoot, although he could not manage to make it in person to today's event. As sponsors of today's event, Muthoot Group continues to support initiatives that celebrate our culture, art, and tradition, and we are truly grateful for their support in making this event memorable. Next, another one of our major partners for today's event, the Amrita Hospital.
I invite Mr. Karthik Srikumar, Chief of Staff, Director of Office, Amrita Hospital, to the dais to receive the memento on behalf of Swami Nijamritananda Puri, Administrative Director and Campus Director, Amrita Hospitals. Amrita Hospital, Faridabad is one of India's largest multi-speciality and super-speciality healthcare institutions located in Faridabad, Haryana. The hospital, inaugurated in August 2022, is a part of the larger Amrita Healthcare Network, known for combining advanced medical technology with compassionate, patient-centric care. Spread over a vast campus of 2,600 beds, its state-of-the-art facility and centers of excellence in cardiac sciences, oncology, neurosciences, and more. Thank you, Mr. Karthik. We are truly grateful for their generous support in today's event. Finally, we recognize and thank Casa Aroma, a homegrown spices brand that has become a proud partner of today's program. I invite Mr. Thomas Abraham to the dais to accept the memento on behalf of Casa Aroma. Casa Aroma was founded by Srimati Elizabeth Pundottam from Kumale in Idukki, Kerala, with a passion for bringing farm-fresh flavors of Kerala's premium quality spices directly to customers across the globe. The brand focuses on providing high-quality, homegrown, rich aromatic spices from farm to table. We are truly grateful to Casa Aroma for sponsoring today's event. Ladies and gentlemen, again, a big round of applause, please, once again to all of our esteemed partners. Your support doesn't just make this event possible, it truly gives it purpose. And as we move forward in tonight's program, we come to a moment that truly reflects the heart behind today's event. It is with great pride and gratitude that we announce our humble contribution to 2 charity initiatives of Delhi Diocese. Let me introduce you first of all to Mar Dimitrios Saptadi Dialysis Support Scheme, introduced by the Delhi Diocese to mark the Saptadi celebration of its Metropolitan His Grace Dr. Yohanan Mar Dimitrios. Through the scheme, we are supporting dialysis patients with 50% of their treatment costs in association with Holy Family Hospital, New Delhi. We have already supported the dialysis costs of more than 2,000 patients till date. I invite Reverend Father Samod John Samuel, Vicar of St. Gregorios Orthodox Church, Gurugram, to hand over the contribution to His Grace Dr. Yohanan Mar Dimitrios. Secondly, let me introduce you to the Angel Project, a center for differently abled children. I invite Mr. Biju Skaria, Treasurer, Angel Project, to the dais. Mr. Biju Skaria, Secretary, Treasurer, Angel Project, to the dais, please. Angel School is the vibrant nerve center of activity set up and governed by the St. Gregorios Charitable Society and is a blissful gift of St. Basil Orthodox Church, Rohini, under the Delhi Diocese. It functions with the aim to educate and train children facing mild to moderate intellectual challenges. The center has all facilities which include occupational therapy, physiotherapy, speech therapy, and many other rehabilitation activities. Thank you, Tirumeni, Achins, and all the dignitaries. This contribution is a small step, but one that is made with deep respect and compassion. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഡൽഹി ഡയസിഷൻ സെക്രട്ടറി സജി ഇബ്രഹാം അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Emily. Good evening, all of you. അഭിമന്യ തിരുമേനി, ഡൽഹി ഭദ്രാസന മെത്രാപ്പോലീത്ത തിരുമേനി, സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഷാജി മാത്യൂസ് അച്ഛൻ, ജോൺ കെ സാമുവൽ അച്ഛൻ, സജു അച്ഛൻ, ഇടവകയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സുമോ ജോൺ അച്ഛൻ, സിസ്റ്റേഴ്സ്, ഈ പ്രോഗ്രാമിന് എല്ലാ വിധമായ കൈത്താങ്ങലും നൽകിയ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്പോൺസേഴ്സ്, ഒപ്പം മലയാളി അസോസിയേഷൻ്റെ വ്യത്യസ്ത ചുമതലകൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവർ, വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ
പ്രിയപ്പെട്ടവരുമേ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഒത്തുചേരലിൻ്റെ, കൂടിച്ചേരലിൻ്റെ, ഒരു ഫെലോഷിപ്പിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ചും ഡൽഹിയിലെ എക്സ്ട്രീം തണുപ്പിൻ്റെ ഒരു സാഹചര്യം അല്പം കുറഞ്ഞു വരുന്ന ഒരു സന്ധ്യയിൽ, ഒരുമിച്ച് അനുഗ്രഹീതമായ ഒരു കലാസന്ധ്യയിൽ നാം ഇവരും ഇവിടെ ആയിരിക്കുകയാണല്ലോ. ഡൽഹി ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഏറ്റവും അവസാനമായിട്ട് കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ട, കൂദാശ ചെയ്യപ്പെട്ട ഒരു ദേവാലയമാണ് ഗുരുഗ്രാം സെൻറ്റ് ഗ്രിഗോറിയോസ് ദേവാലയം. ആ ദേവാലയത്തിൽ ഇന്ന് ആ ദേശത്തേക്ക് വരുന്ന എല്ലാവർക്കും ഒരു അഭയ കേന്ദ്രമായി പരിശുദ്ധ പരുമല തിരുമേനിയുടെ ദിവ്യ സാന്നിധ്യമുള്ള ഒരു ദേവാലയമായിട്ട് നിലകൊള്ളുകയാണ്. ഒപ്പം ഇവിടെ നമ്മൾ സാക്ഷ്യം വഹിച്ചതുപോലെ ഒട്ടനവധി ഫിലാൻത്രോപ്പിക് ഇനീഷ്യേറ്റീവ്സ് ഈ ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സഹായിക്കുന്ന ആഞ്ചൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കൈത്താങ്ങൽ, ഒപ്പം ഒട്ടനവധി രോഗികൾക്ക് ഡയാലിസിസ് സപ്പോർട്ടിന് വേണ്ടി, കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസിന് സഹായിക്കുന്ന മാർ ദെമത്രിയോസ് ഡയാലിസിസ് സപ്പോർട്ട് സ്കീം, അതിനൊക്കെയുള്ള ഒരു കൈത്താങ്ങൽ കൂടെ ആയിട്ട് ഈ പ്രോഗ്രാം തീരുകയാണ്. ഈ അവസരത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സുമോ ജോണച്ചൻ്റെ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ, ആ ഇടവകയിലെ ഓഫീസ് ട്രസ്റ്റിയുടെയും സെക്രട്ടറിയുടെയും വൈസ് ചെയർമാൻ്റെ, ഇടവ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പമുള്ള രാപ്പകലുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ദിവസത്തെ നമ്മുടെ കൂടിവരവ് സാധ്യമായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സന്നിഹിതരായി നമ്മളെല്ലാവരും ചേർന്ന് ബഹുമാനപ്പെട്ട അച്ഛനും ആ ഇടവകയുടെ ചുമതലപ്പെട്ടവർക്ക് ഒരു നല്ല കയ്യടി നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എക്സ്ട്രീം തണുപ്പിൻ്റെ മാസങ്ങളായിരുന്നോ ദിവസങ്ങളായിരുന്നോ കഴിഞ്ഞ ജനുവരിയും ഡിസംബറും ഒക്കെ സാക്ഷ്യം വെച്ച് ഈ എക്സ്ട്രീം തണുപ്പിനെയും മാറ്റിവെച്ച് രാപ്പകലുള്ള അവരുടെ ഒരുമിച്ചുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം അനുഗ്രഹകരമായിട്ട് നിർവഹിക്കപ്പെടുന്നത്. ഈ അവസരത്തിൽ ഗുരുഗ്രാം ദേവാലയത്തെ വളരെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി അതിൻ്റെ കൺസ്ട്രക്ഷൻ കാലയളവിൽ അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജോയ് ജോൺ, ജെ ഇൻറ്റീരിയേഴ്സ്, ഒപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും നൽകിയിരിക്കുന്ന ഫെഡറൽ ബാങ്ക്, എസ്പെഷ്യലി ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു വിനോദ് സാർ ആൻഡ് നിതിൻ സാർ, സണ്ണി സാർ ആൻഡ് ഓൾ ദ ഓഫീസ് ബിയറേഴ്സ് ആൻഡ് റെസ്പോൺസിബിൾ പേഴ്സൺസ് ഓഫ് ഫെഡറൽ ബാങ്ക് for your unconditional support towards this program. We are so grateful to you, the Federal Bank. അതോടൊപ്പം തന്നെ മുത്തൂറ്റ് ശ്രീ അലക്സാണ്ടർ ജോർജ് മുത്തൂറ്റ് ആൻഡ് മുത്തൂറ്റ് ഫാമിലി നൽകിയിരിക്കുന്ന എല്ലാവിധമായിട്ടുള്ള കൈത്താങ്ങൽ, അമൃത ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഒട്ടനവധി ആളുകളുടെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരിക്കലും ഞങ്ങൾക്ക് വിസ്മരിക്കാൻ സാധിക്കാത്ത ഒരു കുടുംബമാണ് മാനുവൽ മലബാർ ആൻഡ് ഫാമിലി. ഡൽഹിയിലെ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിനെല്ലാവിധമായ കൈത്താങ്ങൽ നൽകുന്ന ഒരു കുടുംബമാണ്. ആ തരത്തിൽ ഒട്ടനവധി പേര് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായിട്ട് പരിശ്രമിച്ചിരിക്കുന്നു. അതിനൊക്കെ അപ്പുറമായിട്ട് ഇത്രയും അധികം ആളുകൾ ഇവിടെ കൂടി വന്നിരിക്കുന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഏറ്റവും സന്തോഷകരമായിട്ട് സംഗീതവും അതോടൊപ്പം തന്നെ കോമഡിയും എല്ലാം ചേർന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു കലാസന്ധ്യയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഇതൊരു അനുഗ്രഹീതമായ ഫെലോഷിപ്പിൻ്റെ അവസരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധമായിട്ടുള്ള കൈത്താങ്ങൽ നൽകിയ ഓരോരുത്തരോടുമുള്ള നന്ദി ഡൽഹി ഭദ്രാസനത്തിന് വേണ്ടി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രിയപ്പെട്ട അച്ഛൻ, ആശംസകൾക്കായി. അവസാനമായി ഈ ഉദ്ഘാടന ചടങ്ങ് സമാപനം ചെയ്ത് നന്ദി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട സുമോദ് ജോൺ അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി പ്രകാശനത്തിനായിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ കൺവീനർ ഷിജു ജോസഫിനെയാണ് വിളിച്ചതെങ്കിലും അദ്ദേഹം എന്നെ നിർബന്ധിച്ച് വിട്ടതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപാകെ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ജോൺ കെ സാമുവലച്ചൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്നതിലുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സെൻറ്റ് ക്ലാരറ്റ് ചർച്ചിൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ മാത്യു മുണ്ടക്കൽ അച്ഛൻ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് നമ്മളോടൊപ്പം ഈ സന്ധ്യയിൽ നമ്മളോടൊപ്പമായിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കൊപ്പമായിരിക്കുന്നതിൽ ഉള്ള എല്ലാവിധമാകുന്ന സന്തോഷവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നതേ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി ഒന്നുമല്ല. ഒരല്പസമയം മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനും നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യുവാനും. അതുകൊണ്ട് ഈ മസിൽ പിടിച്ചിരിക്കുന്നതും കൈ അടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റിലാക്സായിട്ട് എല്ലാവരും ഒന്ന് ഇരുന്ന്
വിസിലടിക്കാനുള്ള അവസരമുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ശബ്ദമുണ്ടാക്കാനുള്ള അവസരമുണ്ട്. ഇത് ഒരു ഇടവക സംഘടിപ്പിക്കുന്ന പരിപാടിയാണെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയായിട്ട് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇതിനെ ഈ സന്ധ്യ മനോഹരമാക്കുക, നല്ല രീതിയിൽ ഇത് ആനന്ദമാക്കുക. ഇത് കൂവിയതാണോ അതോ എനിക്കുള്ളതായ ഒരു പ്രചോദനമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അച്ഛൻ നിർത്തിയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതാണോ അതോ ഞങ്ങളുണ്ടെന്നുള്ളതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിരുന്നാലും ഇനി പ്രോഗ്രാം തുടങ്ങുമ്പോൾ നിങ്ങൾ നൽകുന്നതായ സപ്പോർട്ടായിരിക്കും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആർട്ടിസ്റ്റിനുമുള്ളതായ പ്രചോദനം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാൻ തക്കവണ്ണമുള്ളതായ ഒരു എൻവയോൺമെൻറ്റ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുക എന്ന് വളരെ സന്തോഷത്തോടെ ഓർപ്പിക്കുന്നു. ഒറ്റ വാക്കിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരോടുമുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദീർഘമായൊരു സ്വാഗത പ്രസംഗവും അതിനോട് ചേർന്ന് നന്ദിയും പറഞ്ഞുകൊണ്ട് വീണ്ടും ഞാൻ അതിനുവേണ്ടി സമയമെടുക്കുന്നില്ല. അഭിമന്യ തിരുമേനി, വന്ദനായ സജി അബ്രഹാമച്ചൻ, പ്രിയപ്പെട്ട ഷാജി മാത്യൂസ് അച്ഛൻ, വന്ദനായ വൈദിക ശ്രേഷ്ഠർ എല്ലാവരും, ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട മനുവേൽ മലബാർ സാറ്, രഘുനാഥ് സാറ്, ശശിധരൻ സാറ്, എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളെ ചേർത്ത് നിർത്തുകയും ഞങ്ങൾക്കൊപ്പമായിരിക്കുകയും ചെയ്യുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർ, എല്ലാ ഇടവക അംഗങ്ങൾ, എല്ലാ സ്നേഹിതരോടും സുഹൃത്തുക്കളോടും, ഞങ്ങളെ കരുതുന്ന എല്ലാവരോടും, ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഈ ഒരു പൊതുസമ്മേളനം, ഇതിനു മുൻപായിട്ടുള്ള പൊതുസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന പരിപാടികൾ ആരംഭിക്കുവാൻ തക്കവണ്ണം അതിനുവേണ്ടിയുള്ളതായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. ആഘോഷങ്ങൾക്ക് തിരികൊളുത്തിയതിനും ഈ ഉദ്ഘാടന ചടങ്ങ് ഇതോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. നമ്മുടെ പരിപാടി എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതായിരിക്കും. And we hope you're all excited and eager for the fun that's awaiting you. And we hope you all have a wonderful evening today. Thank you. Good evening.